കേരളത്തിലാകെ വലിയ യു.ഡി.എഫ് തരംഗമുണ്ടായിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് കോട്ടക്കൽ നിയമസഭാ മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളാണ്. അങ്ങനെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു, വലിയ മത്സരം കാഴ്ചവെക്കുന്നു. എന്തൊക്കെയാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? കോട്ടക്കൽ മണ്ഡലത്തിൽ വലിയ ഒരു ഭൂരിപക്ഷമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. 62,600 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നു. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷമാണ്. കേരളമൊട്ടാകെ ആ ഒരു തരത്തിൻ്റെ ഭൂരിപക്ഷത്തിലേക്കാണ് പോയിട്ടുള്ളത്. കുഞ്ഞൽ സാഹിബിനൊക്കെ 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതുപോലെ തന്നെ തിരുരങ്ങാടിയും എല്ലായിടത്തും 50,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് തന്നെ 16 മണ്ഡലവും ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാൽ സാഹിബും വളരെ വ്യക്തമായും പറഞ്ഞതാണ് 16 മണ്ഡലവും യു.ഡി.എഫിൻ്റെ കൈകളിൽ ഉണ്ടാകുമെന്ന്. അപ്പോൾ അതൊക്കെ പ്രാവർത്തികമായിട്ടുണ്ട്. അതിനൊക്കെ ഒരു അടിസ്ഥാന കാരണമെന്ന് പറയുന്നത്, ഒന്ന്, കേരളത്തിലെ ഭരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണമുണ്ടല്ലോ, ആ ഭരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു വല്ലാത്ത ദുർഭരണമായിരുന്നു. വികസനത്തിൻ്റെ കാര്യത്തിലാണ്, മറ്റെല്ലാ കാര്യത്തിലും. അതോടൊപ്പം തന്നെ ജനദ്രോഹപരമായ ഒട്ടനവധി നിലപാടുകളായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിലുണ്ടായിരുന്നത്. അതിലേക്ക് വളരെ കൂടുതൽ ഒരു ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെ നിറഞ്ഞ, കേരളത്തിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിന് നിരക്കാത്തതായ ഒരു ഭരണവർഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിഞ്ഞു ഈ ജനങ്ങൾക്ക് 10 വർഷക്കാലം. അതിൻ്റെ വലിയ ഒരു തിക്തഫലമാണ് CPM അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിക്ക് ചേർന്നതല്ല, ആ ഒരു രൂപത്തിൽ ഉള്ള വലിയ പ്രതികാരവും പ്രതിഷേധവുമാണ് ഈ കേരളത്തിലെ ജനാധിപത്യ മുന്നണിയുടെ വലിയ മുന്നോട്ടത്തിന് കാരണം. നമ്മളൊക്കെ ഈ കേൾക്കുന്നത് അടുത്ത വിദ്യാഭ്യാസ മന്ത്രി താങ്കൾ വരും എന്നുള്ളതാണ്. അങ്ങനെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പാർട്ടിയുടെ നേതൃത്വമുണ്ട്, സംസ്ഥാന പ്രസിഡൻ്റുണ്ട്. അവരാലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനം എന്താണോ അതാണ് പാർട്ടിയുടെ നിലപാടും നയവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമൊക്കെ. അതിനനുസരിച്ച് നടക്കുമെന്നല്ലാതെ അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ കഴിയുന്ന പദ്ധതികളുടെ കൃത്യമായൊരു വിഷൻ താങ്കൾക്കുണ്ട്. അത്തരം നമുക്ക് ഇനി അങ്ങനെ ഒരു സാധ്യതയെ പരിഗണിച്ചാൽ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കൂടുതൽ അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആ ഫീൽഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിലിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നാളെ സമൂഹത്തിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നതിന് കൃത്യമായി ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ അധ്യാപക സംഘടനക്കാരും ഒക്കെ ആയി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ ഈ ഒരു തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ തെറ്റായ ചില നിലപാടുകളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലികമായ പ്രതിഭാസമല്ലല്ലോ, വരാനിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലേക്കുള്ള ഒരു തലമുറയുടെ വളർച്ചയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് സാമൂഹികപരമായുണ്ട്, സാമുദായികപരമായുണ്ട്, എല്ലാ വ്യത്യസ്ത തലങ്ങളിലുമുണ്ട്. അപ്പോൾ അതിനൊക്കെ വരുന്ന ഭവിഷ്യത്തുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ മാറ്റം വരുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ അപകടങ്ങളുണ്ട്. അതൊക്കെ ആ ഒരു രൂപത്തിൽ അടുത്തൊരു ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ച് ചില നിലപാടുകൾ എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം തീർത്തും അബദ്ധത്തിലാണെന്നുള്ളത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്ന കാര്യം. അതിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ലേ? കൊണ്ടുവരണം. അതാണിപ്പോൾ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ്റെയും കുഞ്ഞാൽ സാഹിബിൻ്റെയും നേതൃത്വത്തിൽ ഒരു എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തിയിരുന്നു തിരുവനന്തപുരത്ത്. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രയാസപ്പെടുന്ന അനുഭവങ്ങളെ മുഴുവൻ പഠിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, വിശകലനം നടത്തിക്കൊണ്ട് ലോകത്തുള്ള വിവിധങ്ങളായ അക്കാഡമീഷ്യൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവ് ആയിരുന്നു. അതിൽ വളരെ വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാകുകയും അതിനനുസരിച്ചൊരു പ്ലാൻ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ അന്ന് എടുക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം സത്യത്തിൽ അത് നടന്നിരിക്കുന്നു. ആ ഒരു തരത്തിലേക്ക് വരാനിരിക്കുന്ന ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഒരു ലക്ഷ്യമുണ്ട് അതിൻ്റെ. മറ്റൊന്ന്, ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. ലീഗ് അതുമായി പക്ഷെ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ലീഗിന് അർഹതപ്പെട്ട ഒന്നല്ല അത്. അതൊക്കെ പാർട്ടിയാണ് എടുക്കേണ്ടത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാൽ സാഹിബും എല്ലാവരും ഉണ്ട്. നേതൃത്വം ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് ആയിരിക്കുമല്ലോ മുന്നണി സംവിധാനത്തിൽ പറയുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുക. അതൊക്കെ അവരെടുക്കേണ്ടതാണ്. അതിൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞ് പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇവിടെ ഈ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ CPM-നകത്തുള്ള വോട്ടുകൾ കൂടി UDF-ലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും അതുപോലെ തന്നെ പിണറായിസത്തിനെതിരെയും ഞാൻ സൂചിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞകാല പൂർവികരായ പാർട്ടിയുടെ ഒരുപാടേറെ നേതാക്കന്മാർ EMS ആണല്ലോ ഈ രാജ്യത്ത് സംസ്ഥാന ഭരണം തുടങ്ങിയത്. ആ കാലഘട്ടങ്ങളിൽ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റിൻ്റെ ആശയങ്ങൾക്കെതിരെ ഒരു കോർപ്പറേറ്റ് വൽക്കരണം നടന്നത്. നമ്മളിപ്പോൾ നരേന്ദ്രമോദിയെ എതിർക്കുന്നത് വലിയൊരു കോർപ്പറേറ്റ് ഭരണം രൂപത്തിലേക്ക് പോയി എന്നാണ്. അതേ തരത്തിലേക്ക് CPM അധപ്പതിച്ചു. അതിവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ബോധ്യപ്പെടുത്തലാണ് നടന്നിട്ടുള്ളത്. തങ്ങൾ അക്കാര്യത്തിലൊക്കെ
കൂടുതൽ വിഷൻ, അതായത് നമുക്കറിയാം വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തായാലും സന്തോഷമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ, നമ്മളെ തേടിയെത്തട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് ഉർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.